ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ സുലോചന രാജൻ അവതരിപ്പിച്ച കവിതകൾ, ബീന രാജു അവതരിപ്പിച്ച കഥയും കവിതകളും എന്നിവ കേൾക്കാം. ആദ്യം സുലോചന രാജൻ അവതരിപ്പിച്ച കവിതകൾ. ആദ്യ കവിത ഞെട്ടറ്റു വീഴും മുമ്പേ. ഞെട്ടറ്റു വീണു നിലം പൊത്തിടാനിനി എത്ര നാളുണ്ടെന്നറിഞ്ഞുകൂടാ. പച്ചപ്പുമാറി പഴുത്തു ശരീരവും ചുക്കിച്ചുളിഞ്ഞു സിരകളെല്ലാം. ഞെട്ടറ്റു വീണു നിലം പൊത്തിടാനിനി എത്ര നാളുണ്ടെന്നറിഞ്ഞുകൂടാ. പച്ചപ്പുമാറി പഴുത്തു ശരീരവും ചുക്കിച്ചുളിഞ്ഞു സിരകളെല്ലാം. ഞെട്ടിത്തരിച്ചു പോയിടുന്നു ഞാൻ സദാ ശക്തിക്കടിച്ചു പായുന്ന കാറ്റിൽ. ഞെട്ടറ്റു വീഴാതിരിക്കാൻ പണിപ്പെട്ട് കെട്ടിപ്പിടിക്കും മരച്ചില്ലയിൽ. പൊട്ടി മുളച്ചു പൊന്തിടും തളിരിലേക്കെപ്പോഴും പുച്ഛമാണെന്നെ കാൺകെ. ഈ വൻമരത്തിനു വേണ്ടി ഞാൻ എത്രയോ നാളുകൾ സേവനം ചെയ്തുവെന്നോ. ആളുകളൊക്കെ വന്നെൻ്റെ ഈ മേനിയിൽ ലാളനം ചെയ്തൊരാ നല്ല കാലം. എന്നോടു ചേർന്നു നിന്നാടിയുലഞ്ഞൊര വർണ്ണമലേരും കൊഴിഞ്ഞുപോയി. തൊട്ടടുത്തെന്നോട് മുട്ടിയൊരുമ്മിടും മൂപ്പനാം പച്ചില ചൊല്ലികാതിൽ. ദുഃഖമതൊട്ടുമേ വേണ്ട സഹോദര, ഇന്നു ഞാൻ നാളെ നീ എന്നതോർക്കൂ. എത്രയോ സത്യമതെന്നു നാം കാണണം, ചുറ്റിലും നോക്കി നീ ആശ്വസിക്കൂ. ഞെട്ടറ്റു വീഴാതിരിക്കുവാനായി നീ പറ്റുന്ന പോലെ പരിശ്രമിക്കൂ. ഞെട്ടറ്റു വീഴാതിരിക്കുവാനായി നീ പറ്റുന്ന പോലെ പരിശ്രമിക്കൂ. പറ്റുന്ന പോലെ പരിശ്രമിക്കൂ. തുടർന്ന് ഒരമ്മയുടെ വിലാപം. ഇത്രമേൽ വൻവിഷം എൻ്റെ മേൽ കുത്തുവാൻ അത്രമേൽ തെറ്റെന്തു ചെയ്തു ഞാൻ മക്കളെ. പെറ്റു വീണപ്പോഴേ നിൻ ശ്വാസകോശത്തിൽ ശുദ്ധവായു തന്നതാണോ എൻ തെറ്റത്? ഇത്രമേൽ വൻവിഷം എൻ്റെ മേൽ കുത്തുവാൻ അത്രമേൽ തെറ്റെന്തു ചെയ്തു ഞാൻ മക്കളെ. പെറ്റു വീണപ്പോഴേ നിൻ ശ്വാസകോശത്തിൽ ശുദ്ധവായു തന്നതാണോ എൻ തെറ്റത്? എത്രയോ പാൽ ഞാൻ ചുരത്തി നിനക്കായി, തൃപ്തി വരാതെ നീ എൻ നെഞ്ചിലാഴമായി കുത്തുന്നൊരായിരം വൻകിണർ കുത്തി നിറയ്ക്കുന്നതിൽ കുഴൽ എൻ്റെ രക്തവും കൂടി കുടിച്ചിടും നീ. കെട്ടിയുയർത്തുന്നു സൗധങ്ങളെൻ തോളിൽ, ഞെട്ടുന്നു ഞാൻ വാനിലതു മുട്ടുന്ന പോലഹോ. പൊട്ടിച്ചെടുക്കുന്നു നീ എൻ്റെ അസ്ഥിയും, വിറ്റു കാശാക്കുന്നു കോടികൾ കൊയ്യുന്നു. എൻ്റെ സിരകളിൽ ഒഴുകുന്ന രക്തത്തിൽ
അതു നിന്റെ കുടിലത. എൻ ശ്വാസകോശങ്ങൾ വെട്ടി നിരത്തുമ്പോൾ അതു നിൻ ശ്വാസമെന്നോർക്കണം മക്കളെ. എന്റെ ശിരസിലൂടൊഴുകുന്നൊരീ വിഷം ഇന്നു നിങ്ങൾക്ക് സമ്പാദ്യമായിടാം. കണ്ടിടാം നാളെ ഇനി നിങ്ങളുടെ മക്കൾക്കും തിന്നിടാൻ ഈ വിഷവിത്തുകൾ മാത്രമോ. എന്റെ കൈകാൽ വിറയ്ക്കുന്നു, തളരുന്നു പേശികൾ. എന്റെ ശിരസും കുനിയുന്നു, വ്യാധികൾ പടരുന്നു. പേമാരി പെയ്യുന്നു, എന്നിട നെഞ്ചു പൊട്ടുന്നു. ഇനി എൻ്റെ ജീവനും നഷ്ടമായിടുമോ, ഇനി എൻ്റെ ജീവനും നഷ്ടമായിടുമോ. ഇനി ബീന രാജു അവതരിപ്പിച്ച കഥ കേട്ടാലോ. കഥയുടെ പേര് സ്നേഹത്തിൻ്റെ ആഴം. അന്നത്തെ സംഗീത ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും പോകാനിറങ്ങുകയായി. മുരളി തൻ്റെ വയലിൻ അതിൻ്റെ കവറിൽ ഭദ്രമായി വയ്ക്കുന്നത് തെല്ലൊരു കൗതുകത്തോടെ ബാലു നോക്കി നിന്നു. അതുപോലൊരു വയലിൻ തനിക്കുണ്ടായിരുന്നെങ്കിൽ അവൻ നെടുവീർപ്പിട്ടു. മുരളിയാണെങ്കിൽ അതിലൊന്ന് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അതുപോലൊന്ന് വാങ്ങിത്തരാൻ പറയാമായിരുന്നു. വീട്ടുചിലവുകൾക്കും തൻ്റെ പഠിപ്പിനുമായി അന്യരുടെ വീട്ടിൽ പണിയെടുക്കുന്ന അമ്മയോട് ഇതുകൂടി എങ്ങനെ പറയും? വേണ്ട, പറയണ്ട. എന്നെങ്കിലും ഒരിക്കൽ തനിയെ വാങ്ങാം, അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട. ബാലു പോകുന്നില്ലേ? വിനയൻ മാഷിൻ്റെ ചോദ്യം. ഉണ്ട് മാഷേ, ദാ വരണു. ബാലു തൻ്റെ പഴയ ബാഗും കുടയും എടുത്ത് പോകാനിറങ്ങി. ബാലു, നീ നല്ലൊരു പാട്ടുകാരനാകും, എനിക്ക് ഉറപ്പുണ്ട്. വിനയൻ മാഷ് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പാടാനുള്ള അവൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞതും പാട്ട് ക്ലാസ്സിൽ ചേരണമെന്ന് അവനെ ഉപദേശിച്ചതും മാഷാണ്. ബാലുവിൻ്റെ വീടിൻ്റെ 2-3 വീടിനിപ്പുറമാണ് മാഷിൻ്റെ വീട്. മാഷിൻ്റെ പിന്നാലെ അവൻ വീട്ടിലേക്ക് നടന്നു. ചുവന്ന പരവതാനി വിരിച്ച വാഗമരം പിന്നിട്ട് പുഴ കടന്ന് അവർ നടന്നു. പഞ്ഞിത്തുണ്ടുകൾ പോലെ പാറി വരുന്ന കോടമഞ്ഞ് ദൂരക്കാഴ്ചയെ മറയ്ക്കുന്നുണ്ടായിരുന്നു. തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. ഇടയ്ക്ക് വിനയൻ മാഷ് ബാലുവിനോട് പറഞ്ഞു, എന്തു ഭംഗിയാണ് നമ്മുടെ നാടിന്. കവികൾക്ക് കവിത എഴുതാൻ പറ്റിയ ഇടം അല്ലേ? മാഷ് ചിരിച്ചു. അപ്പോഴേക്കും മാഷിൻ്റെ വീടെത്തി. ബാലു തനിച്ച് വേലിപ്പരത്തി പൂക്കൾ അതിരിട്ട നാട്ടുവഴിയിലൂടെ നടന്നു. അമ്മ ഇപ്പോൾ പണി കഴിഞ്ഞു വന്നു കാണും. അന്നും പതിവ് പോലെ ഉമ്മറപ്പടിയിൽ അമ്മ പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മുറിയിൽ കയറിയ പാടെ, ഞാൻ എന്താണിന്ന് കൊണ്ടുവന്നിരിക്കുന്നതെന്നറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഒരു കടലാസ് പൊതി അഴിച്ചു. നിവർത്തി വെച്ച കടലാസ് പൊതിയിലെ 2 നെയ്യപ്പം അവനെ പരിഹസിക്കുന്നതുപോലെ അവന് തോന്നി. മോനെ, എന്തുപറ്റി നിനക്ക്? മുഖം വാടിയിരിക്കുന്നല്ലോ. തഴമ്പു വീണ തൻ്റെ കൈത്തലം കൊണ്ട് അവൻ്റെ ശിരസിൽ മെല്ലെ തലോടിക്കൊണ്ട് അമ്മ ചോദിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവൻ വയലിൻ്റെ കാര്യം അവതരിപ്പിച്ചു. മുരളി എന്നെ അതിലൊന്ന് തൊടാൻ പോലും സമ്മതിക്കുന്നില്ലമ്മേ. അവൻ്റെ സ്വരം ഇടറി. തെല്ലൊന്നമ്പരുന്നെങ്കിലും പ്രസന്നത വരുത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു, അതുപോലൊന്ന് വാങ്ങിത്തരാൻ പറ്റുമോയെന്ന് നോക്കട്ടെ മോനെ. ഈ സംഭവത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞു. പതിവ് പോലെ ബാലു വിനയൻ മാഷിനൊപ്പം സ്കൂളിലെ സംഗീത ക്ലാസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആകാശം കാർമേഘാവൃതമായിരുന്നു. അവരിരുവരും പുഴ കടക്കുമ്പോഴേക്കും ചെറിയ തോതിൽ മഴ തുടങ്ങിയിരുന്നു. വലിയ മഴയ്ക്ക് മുമ്പേ നമുക്ക് വീടെത്താം, വേഗം നടന്നോളൂ, മാഷു പറഞ്ഞു. ബാലു വേഗത്തിലോടി വീടെത്തി. പതിവ് പോലെ ഉമ്മറപ്പടിയിൽ അമ്മയെ കണ്ടില്ല. അപ്പോഴാണവൻ ഓർത്തത്, ഇന്ന് ഞാൻ താമസിച്ചേ വരൂ. പുഴയ്ക്കക്കരെ സിറ്റിയിലൊന്ന് പോണം. അമ്മ ഇന്ന് രാവിലെ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. ബാഗ് അവിടെ തന്നെ വെച്ചിട്ട് ആ ഉമ്മറപ്പടിയിൽ തന്നെ അവൻ അമ്മ വരുന്നതും നോക്കിയിരുന്നു. മഴ കനക്കാൻ തുടങ്ങി. ഇടിയും മിന്നലും, തോരാത്ത മഴ. ഇരുട്ടു വീണു തുടങ്ങി. ശക്തമായ കാറ്റും. എങ്ങും ഇരുട്ടു മാത്രം. മരങ്ങളൊക്കെ കടപുഴകുന്നതുപോലെ. എന്തൊക്കെയോ ശബ്ദങ്ങൾ, ആരുടെയൊക്കെയോ നിലവിളി. അവൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് അമ്മേ അമ്മേ എന്ന് നീട്ടി വിളിച്ചു. അവൻ്റെ വിളിയൊച്ച തിമിർത്തു പെയ്യുന്ന മഴയിൽ അലിഞ്ഞു. കരഞ്ഞു കരഞ്ഞ് അവൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഉച്ചത്തിലുള്ള സംസാരം കേട്ടാണ് അവൻ ഉണർന്നത്. നേരം വെളുത്തിരിക്കുന്നു. അമ്മ ഇതുവരെ വന്നിട്ടില്ല. അപ്പോഴേക്കും വിനയൻ മാഷും കുറച്ചാളുകളും അവിടേക്ക് വന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മാഷ് ചോദിച്ചു.
ദൂരെ വനത്തിൽ ഉരുൾപൊട്ടി സ്കൂളും വീടുകളും കടകളും പാലവുമൊക്കെ ഒലിച്ചുപോയെന്നുള്ള കാര്യം അവർ പറഞ്ഞാണ് അവൻ അറിഞ്ഞത്. അമ്മ ഇതുവരെ എത്തിയിട്ടില്ല. നിലവിളിയോടെ അവൻ മാഷിനോട് പറഞ്ഞു, നമുക്ക് നോക്കാം, അമ്മയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. പാലം പോയതുകൊണ്ട് അക്കരെ പെട്ടുപോയി കാണും. നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം, മാഷു പറഞ്ഞു. അവർ സംഭവസ്ഥലത്തെത്തി. വീടുകൾ നഷ്ടമായവരൊക്കെ ഓരോരോ ഇടങ്ങളിലുണ്ടായിരുന്നു. ബാലു തിടുക്കത്തിൽ ഓടി നടന്ന് അവരുടെ ഇടയിലെല്ലാം അമ്മയെ തിരഞ്ഞു. പക്ഷേ കണ്ടെത്തിയില്ല. അപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട സ്കൂളും ചുവപ്പണിഞ്ഞ വാഗമരവും പാലവും ഒന്നും അവിടെ അവശേഷിച്ചിട്ടില്ലെന്ന് ഒരു ഞെട്ടലോടെ അവൻ കണ്ടു. JCB കൈകൾ ഉയർന്നു താഴുന്നത് വിറയലോടെ അവൻ നോക്കി നിന്നു. അമ്മ ഇപ്പോൾ എവിടെയാണ്? എനിക്കെൻ്റെ അമ്മ മാത്രം മതി, മറ്റൊന്നും വേണ്ട. അവൻ മനസ്സിൽ പലവട്ടം ഉരുവിട്ടു. പലരെയും മണ്ണിനടിയിൽ നിന്ന് കിട്ടി. അവസാനം അവൻ്റെ അമ്മയെയും JCB കൈകൾ കണ്ടുപിടിച്ചു. മാഷിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ബാലു ആ കാഴ്ച കണ്ടു. ചേതനയറ്റ തൻ്റെ പ്രിയപ്പെട്ട അമ്മ. അമ്മയുടെ കയ്യിൽ ഒരു വയലിൻ അപ്പോഴും ചേർത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു. ബീന രാജു അവതരിപ്പിച്ച കഥയെ തുടർന്ന് സുലോചന രാജൻ അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം. കവിതയുടെ പേര് കഴിഞ്ഞുപോയ കാലം. കഴിഞ്ഞുപോയ കാലമെൻ്റെ ജീവിതത്തിലേറെയും പിരിഞ്ഞിടാത്ത നൊമ്പരങ്ങൾ തന്നുപോയതെന്തിനോ? കഴിഞ്ഞുപോയ കാലമെൻ്റെ ജീവിതത്തിലേറെയും പിരിഞ്ഞിടാത്ത നൊമ്പരങ്ങൾ തന്നുപോയതെന്തിനോ? തിരിഞ്ഞു നോക്കിടാൻ എനിക്ക് തെല്ലുമില്ലയാഗ്രഹം. നുഴഞ്ഞു കേറി വന്നിടുന്നു വീണ്ടും എൻ്റെ ഓർമ്മയിൽ. തിരിഞ്ഞു നോക്കിടാൻ എനിക്ക് തെല്ലുമില്ലയാഗ്രഹം. നുഴഞ്ഞു കേറി വന്നിടുന്നു വീണ്ടും എൻ്റെ ഓർമ്മയിൽ. സ്വന്ത ബന്ധമൊക്കെയെന്ന കന്നുമാറി നിന്ന നാൾ, അന്ധകാര ബന്ധനത്തിൽ ഞാൻ തനിച്ചിരുന്നതും. സ്വന്ത ബന്ധമൊക്കെയെന്ന കന്നുമാറി നിന്ന നാൾ, അന്ധകാര ബന്ധനത്തിൽ ഞാൻ തനിച്ചിരുന്നതും. നെയ്തുവെച്ച സ്വപ്നമൊക്കെ പൂവുപോൽ കൊഴിഞ്ഞതും ഓർമ്മയിൽ തിരിച്ചു വന്നു നെഞ്ചകത്തു ഭാരമായി. ഓർമ്മയിൽ തിരിച്ചു വന്നു നെഞ്ചകത്തു ഭാരമായി. ഇനി സന്ധ്യയോട്. ഈറൻ മുടിച്ചുരുൾ തുമ്പുകെട്ടി ഈറനാം ചെമ്പട്ടുടുത്തൊരുങ്ങി, ഏറിയ വേഗതയുള്ള തേരിൽ പോകുന്നതെന്തിനാണെന്നുമെന്നും. ഈറൻ മുടിച്ചുരുൾ തുമ്പുകെട്ടി ഈറനാം ചെമ്പട്ടുടുത്തൊരുങ്ങി, ഏറിയ വേഗതയുള്ള തേരിൽ പോകുന്നതെന്തിനാണെന്നുമെന്നും. അങ്ങകലത്തിലെ അമ്പലത്തിൽ ചെന്നു കൈകൂപ്പാൻ സമയമായോ? പിന്നാലെ എത്തും കരിങ്കറുമ്പി, എത്തിടും മുമ്പു ചെന്നെത്തുവാനോ? അത്ഭുതമേറുന്നൊരാമുഖത്ത് അല്പം കരിമഷി തേച്ച പോലെ അമ്പിളി മാമനൊളിഞ്ഞു നോക്കി വിണ്ണിൻ്റെ വാതിൽ പഴുതിലൂടെ. താരകറാണിമാർ വന്നു നിന്നു, താലം പിടിച്ചു നിരന്നു നിന്നു. സന്ധ്യയാം ദേവിയെ കാൺമതിനായി സർവരും ദീപം കൊളുത്തിവച്ചു. ദേവാലയത്തിലെ ദേവനപ്പോൾ വാതിൽ തുറന്നു പുറത്തു വന്നു. 1000 ദീപം തെളിഞ്ഞു നിന്നു, ആകയാ ജ്യോതി പരന്നിരുന്നു. അക്ഷരം മിണ്ടാതനക്കമില്ല, ദീക്ഷിതി പോലും തരിച്ചു നിന്നു. അപ്സര കന്യയെ കാൺമതിനായി കീർത്തനം പാടിയൊതുങ്ങി നിന്നു.
നിന്നഴകിൽ ഞാൻ മയങ്ങി നിൽക്കെ, ചെമ്മേ ഇരുട്ടു പരന്നു ചാരെ. എന്നും നിനക്ക് തിടുക്കമെന്തേ, ഇന്നും ചോദിക്കുവാൻ വിട്ടുപോയി. നിന്നഴകിൽ ഞാൻ മയങ്ങി നിൽക്കെ, ചെമ്മേ ഇരുട്ടു പരന്നു ചാരെ. എന്നും നിനക്ക് തിടുക്കമെന്തേ, ഇന്നും ചോദിക്കുവാൻ വിട്ടുപോയി. ഇന്നും ചോദിക്കുവാൻ വിട്ടുപോയി. തുടർന്ന് ചെമ്പകം പൂത്ത നാളിൽ. ചെമ്പകം പൂത്ത നാളിൽ അമ്പലനടയിൽ ഞാൻ നിന്നെയും കാത്തിരുന്ന മൂവന്തിയിൽ. ചെമ്പകം പൂത്ത നാളിൽ അമ്പലനടയിൽ ഞാൻ നിന്നെയും കാത്തിരുന്ന മൂവന്തിയിൽ. ഈറൻ മുടിച്ചുരുൾ നീ കോതി മെനുക്കി മെല്ലെ, ചേലൊത്ത പട്ടുചേല ചുറ്റി വന്നപ്പോൾ. ഈറൻ മുടിച്ചുരുൾ നീ കോതി മെനുക്കി മെല്ലെ, ചേലൊത്ത പട്ടുചേല ചുറ്റി വന്നപ്പോൾ. ചന്ദനപ്പൊട്ടുപോലെ നിൻമുടി തുമ്പിലൊരു ചെമ്പകപ്പൂവിതൾ ഞാൻ കണ്ട നേരത്ത്. ചന്ദനപ്പൊട്ടുപോലെ നിൻമുടി തുമ്പിലൊരു ചെമ്പകപ്പൂവിതൾ ഞാൻ കണ്ട നേരത്ത്. നിന്മേനിയിൽ തലോടി മന്ദമായി വന്ന കാറ്റൻ ചുണ്ടിലും ചുംബനപ്പൂ പകർന്നു തന്നു. നിന്മേനിയിൽ തലോടി മന്ദമായി വന്ന കാറ്റൻ ചുണ്ടിലും ചുംബനപ്പൂ പകർന്നു തന്നു. ചുണ്ടിലും ചുംബനപ്പൂ പകർന്നു തന്നു. സുലോചന രാജൻ അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ. ഇനി ബീന രാജു അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം. ആദ്യ കവിത മറിയം മഗ്ദലേന. പുലരി പിറന്നില്ലിരുൾ മാഞ്ഞതില്ലിന്നി, കല്ലറയിങ്കൽ ഞാനേകയായി. കാലുകൾ തട്ടി മുറിഞ്ഞതറിഞ്ഞില്ല, പുലർമഞ്ഞിലീറനായി തീർന്നതറിഞ്ഞില്ല. വേപതു പൂണ്ടു ഞാനോടിയണഞ്ഞിന്നു, മറിയമെന്നുള്ള നിൻ മൃദുമന്ത്രണത്തിനായി. വേദനയേറിയെന്നിടനെഞ്ചു പിടയുന്ന വേഗമെന്നാഥാ നീ കേൾക്കുന്നതില്ലയോ. പാപിതൻ കണ്ണീരു വീണു നനഞ്ഞൊരു പാദങ്ങളാണിയാൽ കീറി മുറിയവേ, സാന്ത്വനത്തോടെന്നെ നോക്കിയ കണ്ണുകൾ സന്താപമേറിക്കലങ്ങിയ കണ്ടു ഞാൻ. ലോകപാപങ്ങളാമേഴു പിശാചുക്കൾ നിന്നരുൾ വാക്കിനാലോടിയൊളിച്ചതും, നിൻ വിളിയൊച്ചയ്ക്കു കാതോർത്തു ഞാനന്നു നിൻ ചാരയേറെ പ്രിയമോടണഞ്ഞതും. സുഗന്ധതൈലത്തിനാൽ പാദങ്ങൾ പൂശിയും മെല്ലെ തലമുടി കൊണ്ടു തുടച്ചതും, നിൻ മൃത സംസ്കാര കർമ്മത്തിനായി ഞാൻ മുന്നമേ ചെയ്തെന്നറിയുന്നതിന്നു ഞാൻ. നീ തൊട്ട രോഗികൾ സൗഖ്യരായി തീർന്നതും, മൃതനായ ലാസറെ നീ ഉയിർപ്പിച്ചതും, ഓരോന്നും ഇന്നെൻ്റെ ഓർമ്മയിലൊളിയോടെ ഓടി വന്നെത്തുന്നു നിൻ മൃദുഹാസവും. പടുപാവി എന്നോടു കാട്ടിയ കരുണയ്ക്കു പലകുറി അപവാദമുൾമുനയേറ്റു നീ. ഇவ்விധമോരോന്നു ചിന്തിച്ചു നിൽക്കവേ
ഇന്നിതാ നാഥനണഞ്ഞിന്നു ചാരയായി. മറിയമെന്നേറ്റ മലീവാൽ വിളിക്കവേ റബ്ബോനിയെന്നേവമുത്തരമേകിയാൾ. മറിയമെന്നേറ്റ മലീവാൽ വിളിക്കവേ റബ്ബോനിയെന്നേവമുത്തരമേകിയാൾ. അവസാനമായി അനുരാഗി. എമ്പാടുമരുണാഭ തൂവിയിന്നൊരു വേള സായാഹ്ന സൂര്യനങ്ങാഴിയിൽ മുങ്ങവേ തീരത്തു പതിവുപോൽ ചിതറിത്തെറിക്കുന്ന തിരകളെ എണ്ണി ഞാൻ വെറുതെ ഇരിക്കവേ നൂൽ പൊട്ടിയലയും പതംഗമായെൻ മനം അലയുന്നിതിന്നും അനുരാഗിയായി. ദ്വാപരയുഗത്തിൽ നിന്നുയരുന്നരോട് കുഴലിൻ്റെ ഈണത്തിലൊന്നു ചേരാൻ. മാതളം പൂക്കുന്ന മുന്തിരി തളിർക്കുന്ന താഴ്വരയിലൊരു കന്യയായി മാറാൻ. സോളമൻ വിരചിച്ച ഗീതികൾ പാടുവാൻ ഷാരോണിലെ പനി നീരാകുവാൻ. ഏതോ നിശീഥത്തിലെൻകിനാവിൽ കണ്ട ഗന്ധർവലോകത്തിലൊന്നു പോകാൻ. കണ്വാശ്രമത്തിലെ വനജോത്സ്ന തന്നെ കണ്ണായ പ്രിയ സഖിയായി മാറാൻ. പ്രണയക്കടലിലെൻ കൽപ്പനാവഞ്ചിയിൽ അകലേക്കു തുഴയാനെനിക്കു മോഹം. പ്രണയക്കടലിലെൻ കൽപ്പനാവഞ്ചിയിൽ അകലേക്കു തുഴയാനെനിക്കു മോഹം. ബീന രാജു അവതരിപ്പിച്ച കഥയും കവിതകളും സുലോചന രാജൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു.